ഹലോ നമസ്കാരം. പാലക്കാട് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. പാലക്കാട് ജില്ലയിലെ വടക്കഞ്ചേരി കോട്ടയക്കുളത്താണ് നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കോട്ടയക്കുളം. ബസ് റൂട്ടാണ് കേട്ടോ ഈ കാണുന്നത്. ഒരു ജംഗ്ഷനാണ്, ഒരു മൂന്നും കൂടി ജംഗ്ഷൻ ബസ് റൂട്ടാണ്. വലിയ വലിയ വീടുകളും സ്റ്റേഷനറി കടകളും ഓട്ടോ സ്റ്റാൻഡ്, അങ്ങനെ അത്യാവശ്യം ചെറിയൊരു ടൗണാണ്. ബസ് റൂട്ടിൽ നിന്നും നമ്മൾക്കൊരു 150 മീറ്റർ അല്ലെങ്കിൽ 100 മീറ്റർ ദൂരം, ഏറ്റവും കൂടുതൽ 100-150 മീറ്റർ ദൂരം മാത്രം. ഈ ബസ് റൂട്ടിൽ നിന്നും നമുക്ക് 12 അടി വീതിയുള്ള നമ്മൾ ഈ കാണുന്ന വഴിയിൽ കൂടെ നേരെ ഇറങ്ങി ചെല്ലുന്നത് നല്ലൊരു ഓടിട്ട വീട്ടിലേക്കാണ്. 10 സെൻറ്റ് സ്ഥലവും നല്ലൊരു ഓടിട്ട വീടും ആ കാണുന്നതാണ്. ഇവിടുന്ന് സൂം ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കാണാം, വീട് കാണാം. അപ്പോൾ അത്രയും അടുത്താണ്. അപ്പോൾ നമുക്ക് ഒരു 100 മീറ്റർ ദൂരം ഉള്ളൂ. 12 അടി വീതി വരുന്ന വഴി ഈ വീടിൻ്റെ അവിടെ നിന്നും ടാറിങ് റോട്ടിൽ നിന്നും ഒരു 100 മീറ്റർ ദൂരം 12 അടി വീതി തന്നെ വഴി, ഒരു 4-5 വഴിക്കാർക്കുള്ളൊരു വഴിയാണിത്. അപ്പോൾ 4-5 വഴിക്കാർ പറയുമ്പോൾ ഒരു 4-5 വീട്ടുകാർ 2-3 പറമ്പിലേക്കും ഉള്ളൊരു വഴിയാണ് ഈ 12 അടി വീതി. കോൺക്രീറ്റിന് പാസ്സായി കിടക്കുന്ന ഒരു റോഡാണ്. കോൺക്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പാസ്സായി കിടക്കുന്നുണ്ട്. ഇപ്പോൾ നല്ല മഴക്കാലം ആയതുകൊണ്ട് പുല്ലൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാണ് നമുക്ക് ആ റോഡിൻ്റെ വീതി നമുക്ക് മനസ്സിലാകാത്തത്. നേരിട്ട് കണ്ടു കഴിഞ്ഞാൽ തന്നെ കൃത്യമായിട്ട് അറിയാം റോഡിന് നല്ല വീതിയുള്ള റോഡാണെന്ന്. നേരെ ഇറങ്ങി ചെല്ലണം. അപ്പോൾ ഈ റോഡ് നേരെ ഇറങ്ങി നമ്മുടെ വീടിൻ്റെ സൈഡിൽ കൂടെ തന്നെയാണ് റോഡ് പോകുന്നത്. ആ താഴത്തേക്ക് പോകുന്ന പറമ്പിലേക്കുള്ള റോഡാണ്. ചുറ്റുഭാഗം വീടൊക്കെ ഉള്ള ഒരു ഏരിയ തന്നെയാണ് കേട്ടോ. ഇതൊരു തെങ്ങാണ് നമ്മളിപ്പോൾ സൂം ചെയ്ത് കാണിച്ചത്. അവിടെ നിന്നാണ് അതിര് തുടങ്ങുന്നത്. അതിൻ്റെ അതിര് തുടങ്ങുന്ന സ്ഥലമാണ് 10 സെൻറ്റ് സ്ഥലമാണ്. അതിര് നേരെ വരുന്നത് ഞാൻ ഇനി ഏറ്റവും അറ്റത്ത് കൊണ്ട് കാണിച്ചു തരാം. ആ സൈഡിൽ കൂടെ തന്നെ അവിടെ ഒരു ഷീറ്റൊക്കെ കിടക്കുന്നുണ്ടായിരുന്നു. ആ ഷീറ്റ് കിടക്കുന്ന ആ സൈഡിൽ കൂടെ തന്നെ വന്നു കഴിഞ്ഞാൽ നമുക്കിതാ ചെറിയൊരു താഴ്ചയുണ്ട്, ശകലം താഴ്ചയുള്ളൂ. അങ്ങനെ വരുന്നത് ആ ഒരു തെങ്ങ് കണ്ടോ, അതാണ് അതിര്. തെങ്ങൊക്കെ ഇതിൽ പെട്ടത് തന്നെയാണ്. അവിടെ നിന്ന് ആ ഒരു കയ്യാലൊക്കെ ഇട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങനെ പോവും ബാക്കിലേക്ക്. അങ്ങനെ ചതുരത്തിൽ 10 സെൻറ്റ് സ്ഥലമാണ്, ചതുരമാണ് സ്ഥലം. വാർക്കേണ്ട രീതിയിൽ പണിതൊരു വീടാണ്. വാർക്കാൻ വേണ്ടി തന്നെ പണിതതാണ്. ഇപ്പോൾ ഓടാണ് അവർ ഇട്ടിരിക്കുന്നത്. നല്ല വീട്, അതായത് നല്ല തേപ്പ് പണിയൊക്കെ നന്നായിട്ടുള്ള നല്ല രീതിയിൽ തന്നെ തേപ്പ് പണിയും കൂടാതെ നല്ല സീലിംഗ് വർക്കൊക്കെ ചെയ്ത മനോഹരമായൊരു വീട് തന്നെയല്ലേ. നോക്കിയേ, നല്ല വലിപ്പമുള്ളൊരു ഹാള്. അപ്പോൾ നമ്മൾ വീട്ടിലേക്ക് ഹാളിലേക്ക് കയറി വരുമ്പോൾ തന്നെ ഇടത് ഭാഗത്തായിട്ട് 2 ബെഡ്റൂം, വലത് ഭാഗത്തൊരു ബെഡ്റൂം, മൊത്തം 3 ബെഡ്റൂമാണ് ഈ വീട്ടിലുള്ളത്. സെപ്പറേറ്റ് ആയിട്ടൊരു ഡൈനിങ് ഹാളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് 1ാമത്തെ ബെഡ്റൂം. എല്ലാ ബെഡ്റൂമിലും നല്ല അലമാര സെറ്റ് ചെയ്തിരിക്കുന്നു. പിന്നെ കഴിക്കോലെല്ലാം പനയുടെയും തെങ്ങിൻ്റെയാണ് നമ്മളിതിൽ കഴിക്കോലെല്ലാം കിടക്കുന്നത്. അപ്പോൾ നല്ല ഈ ഓടിട്ട വീട്, നല്ല ചതലൊന്നും വരുന്നില്ല. നല്ല കഴിക്കോലൊക്കെ ഇട്ട് നല്ല രീതിയിൽ പണിത് നല്ലൊരു വീട് തന്നെയാണ്. 2ാമത്തെ ബെഡ്റൂമാണ് നമ്മളീ കാണുന്നത്. എല്ലാ ബെഡ്റൂമിലും അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല ഗജാരയുടെ നല്ല ടൈലൊക്കെയാണ് ഇട്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ തേപ്പ് പണി കഴിഞ്ഞ നല്ലൊരു വീട്. ഇത് 3ാമത്തെ ബെഡ്റൂം. അതൊരു മാസ്റ്റർ ബെഡ്റൂമാണ്, വലിപ്പമുള്ളൊരു ബെഡ്റൂം. അതുകൂടാതെ അറ്റാച്ച്ഡ് ആണ് ബെഡ്റൂം. നല്ല വലിപ്പമുള്ള ഒരു ബാത്റൂമൊക്കെ നൽകിയിരിക്കുന്നു. എടുത്തു പറയേണ്ടത് എല്ലാ ബെഡ്റൂമിലും ഒരു അലമാര സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫിക്സഡ് ആയിട്ടുള്ള അലമാരയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ നേരെ ഹാളിൽ നിന്നും നേരെ നമുക്ക് അടുത്തത് ചെല്ലുന്നത് ഒരു ഡൈനിങ് ഹാളിലേക്കാണ്. ഒരു 4-5 പേർക്ക് ഇരുന്ന് കഴിക്കാനുള്ള, ഭക്ഷണം കഴിക്കാനുള്ള നല്ലൊരു വലിപ്പമുള്ളൊരു ഡൈനിങ് ഹാളാണ് നമ്മൾ ഈ കാണുന്നത്. കഴിഞ്ഞാൽ അടുക്കളയിലേക്ക് ഇത് സെപ്പറേറ്റ് ആയിട്ട് ഇറക്കിയൊരു അടുക്കള, പുറകിലേക്കൊരു അടുക്കള സെപ്പറേറ്റ് ആയിട്ട് ഇറക്കിയിട്ടുണ്ട്. 2 അടുക്കളയാണ് ഇവിടെ ഉള്ളത്. ഇതുണ്ടോ, ഇതിലൊരു ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്, ആസ്പെറ്റോസ് ഷീറ്റാണ് ഇറക്കിയിരിക്കുന്നത്. ഇതൊരു വർക്ക് ഏരിയ ആയിട്ട് എടുത്തിരിക്കുന്നു. ഇവിടെ ഈ വർക്ക് ഏരിയയുടെ പുറകുവശമാണ് നമ്മൾ കയറി വരുമ്പോൾ തന്നെ കണ്ടത് തേപ്പ് പണി കുറച്ച് ചെയ്യാനുള്ളത്. ഇതുണ്ടോ, ഇതിനകത്ത് തന്നെ നമുക്കൊരു ബാത്റൂമും നൽകിയിരിക്കുന്നു. നല്ല വലിപ്പമുള്ളൊരു ബാത്റൂം.
ഇവിടെ നിന്നും നമ്മൾ ഈ ഒരു വർക്ക് ഏരിയയിൽ നിന്ന് തുറന്ന് പുറത്തേക്ക് ഇറങ്ങാനുള്ള ഡോറ് നൽകിയിട്ടുണ്ട്. ഇത് നമ്മൾ നേരെ ചെന്ന് ഇപ്പോൾ 12 അടി വീതി വഴി വന്നത് നമ്മൾ ഈ വഴിയിൽ കൂടെയാണ് നടന്നു വന്നത്. ഇത് വീടിൻ്റെ പുറകുവശമാണ് നമ്മൾ ഈ കാണുന്നത്. ഒരു വെള്ള ടാങ്കിനായിട്ട് ഒരു വെള്ള ടാങ്കൊക്കെ നൽകിയിരിക്കുന്നു. ഇവിടെ വെള്ള സൗകര്യത്തിന് വേണ്ടി പൈപ്പ് വെള്ളമാണ് ഉള്ളത്. ബോർവെല്ലടിച്ച വെള്ളം കിട്ടുന്ന സ്ഥലമാണ്, കിണർ കുത്തിയാലും കിട്ടും. പക്ഷേ എന്നാലും ഇവിടെ വന്നിരിക്കുന്നത് പൈപ്പ് വെള്ളമാണ്. ഇവിടുത്തെ വീട്ടുകാർക്കൊക്കെ പൈപ്പ് വെള്ളം തന്നെയാണ് വന്നിരിക്കുന്നത്. 10 സെൻറ്റ് സ്ഥലം, 1100 സ്ക്വയർ ഫീറ്റിൻ്റെ അടുത്തുള്ള ഒരു വീടാണ്. അപ്പോൾ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ സബ്സ്ക്രൈബ് ചെയ്യുക. വീടിന് ചോദിക്കുന്ന വില 14 ലക്ഷം രൂപ ചോദിക്കുന്നു. വില നെഗോഷ്യബിളാണ്. താല്പര്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ഒന്ന് കോൺടാക്റ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത പുതിയ വീഡിയോയുമായി നമുക്കിനി വീണ്ടും കാണാം. താങ്ക് യു.